തിരുവല്ല പ്രോപ്പറാന്നോ? അല്ലെന്നേ, തറവാടിരിക്കുന്ന തിരുമൂലപുരത്ത്. ഓ, നമ്മുടെ സോമേട്ടന്റെ സ്ഥലം മനസ്സിലായില്ലേ? MG സോമൻ മരിച്ചുപോയ നമ്മുടെ സിനിമ. ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു. കമ്പനി കൂടാൻ പുള്ളി കഴിഞ്ഞ സിനിമയിൽ ഒരുത്തനുള്ളൂ. അങ്ങേരുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരില ഞാൻ പടം കണ്ടുപിടിച്ച്. ഈ പടം പിടിക്കാൻ പോയതിന്റെ പിറകില് വേറെന്തോ കഥയുണ്ടല്ലോ കുഞ്ഞിച്ച. പീരുമേട്ടിലേതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചു കയറി ചെന്നോ, സെറ്റിലെ പിള്ളേര് കഴുത്തെ പിടിച്ച് തള്ളിയെന്നൊക്കെ. അത് ചുമ്മാ വിവരദോഷികൾ പറഞ്ഞുണ്ടാക്കുന്നല്ലയോ. ഭാരതി വിളിച്ചു നോക്കിയേ, ഇപ്പൊ തന്നെ വിളിച്ചോ. കുഞ്ഞച്ചാന്ന് തികച്ചു വിളിക്കത്തില്ല ഭാരതി. ഞങ്ങൾ അത്രയ്ക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ. അത് ഇയാള് തന്നെ അടിച്ചോ. എനിക്ക് ഫുള്ള. തിരുമൂലപുരത്ത് എവിടാന്നാ പറഞ്ഞേ? പ്രോപ്പർ തിരുമൂലപുരം. എനിക്ക് രണ്ട. ഇന്നത്തെ ദിവസം പോക്ക. കുഞ്ഞച്ചാ, ഇയാള് വക്കീൽ സാമിയെ കണ്ടായിരുന്നു? റീഡിംഗ് റൂമിലുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ബട്ടർ വെള്ളം അടിക്കുകയല്ല. ഞാൻ ബാറിലേക്ക് പോവാ, അങ്ങോട്ട് വരുവോ? ഞാൻ വന്നേക്ക് എനിക്ക് സാമിയെ ഒന്ന് കാണാം. സാർ, ഗുഡ് ഈവനിങ്. Good evening. You are late today. ഒരു ഇച്ചിരി സാറാ കാരണം. കോട്ടയത്തെ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടെ എന്നെ വളഞ്ഞുകെട്ടി വെച്ചിരിക്കുവായിരുന്നു. സാർ, എനിക്ക് വേണ്ടി ഒരു എസ് പറയണം. എന്താണ്? ഒരു ചെറിയ ചടങ്ങ്. കോട്ടയത്തെ ബാർ അസോസിയേഷൻ സാറിനൊരു സ്വീകരണം നൽകുന്നു. അതിലൊന്ന് വന്ന് ഇരുന്ന് കൊടുക്കണം. ബോറാകാതെ നോക്കുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്ക്. ദൂരെയൊന്നുമില്ല, ഇവിടെ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ഒരു 10 മിനിറ്റ്. ചെറുപ്പക്കാർ പിള്ളേരുടെ ആഗ്രഹമല്ലേ സാറേ? അവരൊരു ഷാള് പൊതിച്ച ചങ്ങ് പൊക്കോളും. പ്രസംഗങ്ങളുണ്ടാവും. അധിക പ്രസംഗത്തിന് ചാൻസ് കൊടുക്കാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോ ഞാനൊരു രസം പറയുവേ. അന്നൊക്കെ മദ്രാസിൽ MG സോമേട്ടന്റെ താമസം കണ്ണിമോറ ഹോട്ടലിൽ. ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് മുറിയിലോട്ട് കയറി ചെല്ലുമ്പോ അന്നൊക്കെ മദ്യപിക്കാൻ പാസ്പോർട്ട് വേണമായിരുന്നു. അതല്ല ഗുവ, പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സ്കോച്ചാ. ഒരു സ്കോച്ചിന്റെ പേരാ. കുഞ്ഞച്ചോ, MG സോമൻ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പ്. അല്ല, DK വന്നില്ലയോ? വന്നല്ലോ. സൈദേ തന്നെ കഞ്ഞിക്കുഴിയിൽ അയപ്പ് തിരക്കുന്നുണ്ട്. അവനെ തപ്പിയാ ഞാൻ ഇറങ്ങിയത്. അവന്റെ S ക്ലാസ് ബെൻസിന് ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു. ശശി, ആ ഡ്രിങ്കിങ് എടുത്ത് ഇയാൾക്കൊരു ജ്യൂസ് പറയട്ടെ. ഓ വേണ്ട, ആദ്യം അയപ്പുമായിട്ടുള്ള ഇടപാടൊന്നും തീർക്കട്ടെ. ഇവിടെ വലിക്കാവോ? അപ്പം മെമ്പർ അല്ലേ? അല്ല, കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ ഞങ്ങള്. ആന്നോ? എന്നാ പിന്നെ വലിയെണ്ണ. നമ്മുടെ കാശിന് നമ്മൾ മേടിക്കുന്ന സിഗരറ്റ് നമ്മൾ വലിച്ച് ആരെങ്കിലും ചോദിക്കുവോ? അണ്ണം വലിയെണ്ണ. സാറേ, ബാറ് നോ സ്മോക്കിംഗ് ആണ്. ഇവിടെ ചോദിച്ചല്ലോ, അപ്പൊ വലിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അയാളുടെ പേരും തേങ്ങ അറിയാമല്ല. ഇവിടെ സർവ് ചെയ്ത പേരാ. കുര്യച്ചാ വന്നേ. ഇയാൾ അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞോ? ആര് വലിക്കുന്നത് വലിക്കാത്തതൊക്കെ അവനവന്റെ സൗകര്യ. ഇതിനകത്ത് വലിക്കാൻ ഞാൻ ആരോടും പറഞ്ഞില്ല. അതെന്നാ മറ്റേ വർത്താനോട് താൻ പറയുന്നേ? തന്നോടല്ലേ ഞാൻ ചോദിച്ചേ? സാർ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോക്കൃത്തരം കാണിച്ചിട്ട് എന്റെ മെത്തിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊരുത്തൂടെ പൂട്ടി വെച്ചാൽ മതി. ഇവിടെ ചാട ഇറക്കാൻ വരരുത്. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അതിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്. കുര്യച്ച വന്നേ, ചുമ്മാ ഇയാൾ ഓരോന്ന് പറഞ്ഞ് സീലുണ്ടാക്കല്ലേ. പോവേ, ഇവന്റെയൊക്കെ ഉച്ചാളി പീസ് കണ്ട കുരിയച്ചൻ വരളുകയില്ല. ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി. ഇത് കണ്ടോ സാറേ? ഒരു കാര്യമില്ലാണ്ട് വരുന്ന തല്ലി. എന്നതാ പ്രശ്നം? എന്നതാന്ന് പറ. അത് ഈ സാർ ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചായിരുന്നേ. അത് എന്നതാന്ന് ചോദിച്ചപ്പം ഈ കുര്യച്ചൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു വർത്തമാനം ഉണ്ടായി. അങ്ങനെ എന്റെ പൊന്നു സഹോദരൻ, അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോകല് പാടില്ലെന്ന്. താനാരാ? ഡേവിഡ് എന്നാ പേര്. ഈ ക്ലബിന്റെ സെക്രട്ടറിയാ. ഇതുപോലുള്ള ഏർപ്പാടുകളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല സെക്രട്ടറി മേടിക്കും. പിള്ളേരെ ബില്ല് കൊടുത്തിട്ട് അവരുടെ പൊക്കളാൻ പറ. അങ്ങനെ അങ്ങ് പോകുന്നത് എങ്ങനെയാ? ഞങ്ങളെ കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ. പുള്ളിക്കാരൻ വന്നിട്ടേ പോകുന്നുള്ളൂ. നേരെ സജി വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടന്നു പോകേണ്ടി വരികയല്ല. കാലിന്റെ മുട്ടയിലെ ചിരട്ടയും ചവിട്ടി പൊളിക്കല്ലാത്തിന്റെ. ഇത് ചുമ്മാ പറച്ചിലല്ലേ, അണ്ണൻ തുടങ്ങി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. കോട്ടയം ക്ലബിൽ നിടി മേടിച്ചാ പിന്നെ നേരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റ്. അതാ കണക്ക്. ഇറങ്ങി പോയണ്ട. ഒതുങ്ങി പോടോ. സഹിച്ചാനെ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ നിൽക്കുന്നു. സെക്രട്ടറി ആന്നേ അവന്റെ ഒരു ജാട.
ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാതെ എന്റെ പങ്കും കിട്ടാ. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. പോയി പറ നേരെ സജിയോട്. ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുമറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും. നീയൊക്കെ ഇച്ചിരി കൂടെ മൂക്കനോടാ കോട്ടയത്ത് വന്ന് കളിക്കാൻ. കയറിപ്പോ, കയറിപ്പോടാ. എന്നാടാ ഒത്തിരി നാൾ കൂടി ദേഹം ഇറങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. ബിപി ദേവിനോടും കൊടുത്തേക്കുവാ. സത്യത്തിൽ കുരിയച്ഛന്റെ കന്നം തരുവാ. ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞത് കുരിയച്ഛനാ. ആന്നോ? ആ ഇതുപോലുള്ള പെറപ്പിനെയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ കുര്യച്ചന്ദന്റെ ചീട്ട് ഞാൻ കീറുവേ. പണി നീ വേറെ നോക്കേണ്ടി വരും. ഒരു പെഗോ? ആ ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞ്. എന്റെ പി ചേട്ട ഒരെണ്ണെന്ന് പറഞ്ഞ ഒരു ഫുള്ളാ. കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ. ആണോ? ഏതായാലും ഒഴിച്ചല്ല, അതങ്ങ് കളഞ്ഞേക്കാം. സാറിന് നോ. ആ അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കുകയെന്ന് എന്നതാ അതിന്റെ ഒരു പ്രത്യേകത? സാറിനിപ്പോ വ്യാഴദശയായിരിക്കല്ലയോ? റബിഷ്, അങ്ങനെയൊന്നും ഇല്ലടോ. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു. ദാറ്റ്സ് ഓൾ. ആ കോറം തികഞ്ഞല്ലോ. അണ്ണനൊന്ന് ഒഴിക്കട്ടെ. ഒന്നൊഴിമോനെ. ഓ എന്റെ പൊന്നു രാജഗോപാലെ, താനീ യൂണിഫോം ഇട്ടോണ്ട് ഇങ്ങനെ കയറി വരല്ലേ? കാണുമ്പോ ഉള്ളിന്ന് ഒരു ആന്തല. അതെന്നാ തമ്പിച്ചായ, മാനസം വാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും പ്രിന്റർ കം പബ്ലിഷറുടെ ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആളുന്നേ? അതെ, ഒരു പെൺവാണിഭ കേസിൽ വെറുതെ പ്രതി ചേർത്തി പാവത്തിന് ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗ്ഗക്കാര്. DK, മാനേ. Cheers. Cheers. താൻ ആ കുരിയച്ചനെ തല്ലിയോ? അവനോട് ഒപ്പുണ്ട് കരഞ്ഞോണ്ട്. അവനെ തല്ലുകയല്ല വേണ്ടത്, നിങ്ങൾ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളിയനെ. ആ മാതിരി പോക്കരത്തിലാകായിരിക്കുന്നത്. തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ. ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ. പിഴച്ചു പോണെന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാ. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം. സുഖു അടിച്ച് ഓഫാ. ഒരു പെഗിലോ? ഒരു പെഗല്ല, ഇതാ ഇവിടെയാണ് സാർ. ഒന്ന് എഴുന്നേക്കടാ. കംപ്ലീറ്റ് വ്യാജന. അതെ, കംപ്ലീറ്റ് വ്യാജന. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പന ഇവിടെ മദ്യം സപ്ലൈ പിടിവിടരുതിട്ടാ. മുണ്ടിനെ ചവിട്ടി. ഒന്ന് താങ്ങിക്കാ പോക്കരെ, മുട്ടിഞ്ഞ വെയിറ്റ് ആയി കഴിവുണ്ടവന്. ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ശവോടൊക്കെ ഞാൻ നടത്തും. കോട്ടെ സാറേ, ഞാൻ സാറിന് കാത്തു കയറുന്ന ഒരു താങ്ക്സ് പറയാൻ. സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ചു മിടിക്കായിട്ട് വരവുള്ളൂ. ഓക്കെ. എനിക്ക് മുള്ളണം. എന്നെ ഞാൻ കൊല്ലും. ദേവികുഞ്ഞെ, ദേവികുഞ്ഞെ, ഒന്ന് എഴുന്നേറ്റേ. എന്നാ കിടപ്പായത്? കാപ്പ് കുടിക്കണ്ടായോ? മണി 10 കഴിഞ്ഞു. കഴിയട്ടെ, എഴുന്നേറ്റ് ഇപ്പൊ എന്നെ എടുക്കാനാ. ചേട്ടത്തി ഊണാകുമ്പോ വിളിച്ചാ മതി, അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാമല്ലോ. ദേ, മഠത്തിലെ അമ്മാമ്മച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആര്? കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ. എന്റെ പള്ളി അത് സംഭവിച്ചോ? എളുപ്പം അങ്ങോട്ട് ചെല്ല്.
ആ സുഖു കുഞ്ഞിനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പിരി കയറ്റുന്നുണ്ട്. ഈ ക്ലബിൽ പോക്ക ഒന്ന് നിന്ന് കിട്ടേണ്ടത്. അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാ അത് വല്ല ഗുണമുള്ള കാര്യമാണോ? നഷ്ടമാ നഷ്ടം. അച്ചായന് 2 എണ്ണം പിടിപ്പിക്കണമെങ്കിൽ അത് ഇവിടെ വെച്ചായ പോരെ. ഇത് കണ്ടവനും പോണവനും വള്ളം നിറയെ കുടിച്ചേച്ച് ഡേവിഡിന്റെ പറ്റിൽ എഴുതിക്കോന്നും പറഞ്ഞൊരു പോക്കല്ലയോ? നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടാത്തതിന്റെയാ കൂടുതലും. ഒരു പെങ്കൊച്ച് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവോ? കറക്റ്റ് അമ്മമ്മച്ചി. അല്ലാതെ ഞാനിത് എത്രാന്ന് വെച്ചോ ഉപദേശിക്ക. ഒരിക്കൽ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ എന്നോട് പറയുവാ വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്തേച്ചാ മതിന്ന്. ആ അതൊന്നും കേട്ട് നീ പിന്മാറണ്ട. ഞാൻ പിന്നീന്ന് മാറിയിട്ട് വേണ്ടേ? എടാ, പെറ്റ തള്ളയുടെ സ്നേഹവും ശകാരവും ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല. അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ 5-6 വയസ്സുള്ളപ്പോ. അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ. ശരി, അവൻ എഴുന്നേക്കാൻ ഭാവമില്ലെങ്കിൽ കിടക്കട്ടെ. ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ സമയം കിട്ടുമ്പോ. എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം. എന്താ? അതാ നല്ലത്. അന്നാമോ ദേ വന്നേ. ഉടനെ ഒന്നും എഴുന്നേക്കുന്ന ഭാവമില്ല. അമ്മമാര് ഊണ് കാണുമെങ്കിൽ പറയണേ. ഇല്ലെന്നമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ഇത് അവന്റെ കൊടുത്തേക്ക്. റോമിന്ന് വെഞ്ചരിച്ചതാ. ഇതൊന്ന് കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാൻ ഇതിലേ കേറിയത്. പൊക്കോട്ടേടാ സുഖുവേ. ഓ ശരിയാ മാമച്ചി. സുകുമാരോ, എന്നാ ചേട്ടത്തി? ഒന്നിഞ്ഞു വന്നേടാ. ഭക്ഷണം കൂടെ നിന്നിട്ട് പണി പണിയുമ്പോ നിനക്ക് നല്ല സുഖല്ലടാ സുഖു. അടുത്ത കൈ ഒന്നുള്ളു കേട്ടോ. ആ ഇല്ല, സാറിങ്ങെത്തിയില്ല. എന്നാ ഞാനും അറിഞ്ഞത്. ഉമ്മച്ചൻ റിസൈൻ ചെയ്തു ഇവിടെ പിള്ളേരാരോ പറഞ്ഞു കേട്ടായിരുന്നു. ആ ശരി, സാർ ഇന്നിവിടെ ഉണ്ട്. നാളെ തിരുവനന്തപുരത്തിന് പോവൂ. ആ ഓ സേവിച്ചം വന്നിട്ടുണ്ട്. ഈശോയെ, എവിടെ? മുറിയില്ല. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവും ഗ്ലാസും കൊണ്ട് ചെറുക്കം പോകുന്നത് കണ്ടാ ഞാൻ നോക്കിയത്. എന്തോ പുകിലും കൊണ്ടാ. ഇച്ചിരി കടുപ്പത്തില. ഇന്നായാലമ്മേ ഇത് വെച്ചോ. ഇവളുടെ കല്യാണം കൂടാൻ സാറുണ്ടെങ്കിൽ ഞങ്ങൾ 2 ആളും കൂടി അങ്ങ് എത്തിയേക്കാം. ഇല്ലേ എന്നെ പ്രതീക്ഷിച്ചാ മതി. ഓ ഇതിനിപ്പോ രാത്രിയെന്നോ പകലെന്നോ കണക്കൊന്നും ഇല്ലാതായോ സേവിച്ച? ഓ ഇനി എന്തോന്നിന് അമ്മച്ചി കണക്ക്? എനിക്കിപ്പോ എല്ലാം ഒരു കണക്കാ. സേവിച്ചിനെങ്ങനെ കുടിച്ചു കുടിച്ച് അങ്ങനെ തീരും. അപ്പന്റെ അമ്മച്ചിയുടെയും കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നോ വെട്ടിപ്പോയ പേരല്ലേ എന്റേത്. ഓ എന്നതാന്നാവോ ഇത്ര പേരുത്ത് തണ്ണം? പെരുത്ത് സന്തോഷിക്ക് എന്നതാ എനിക്കുള്ളേ. MC പോളിന്റെ മൂത്ത മോനൊരു പേര്, അത് വെറും ഒരു പേരാന്നേ. മകൻ ശരിക്കും അവനല്ലേ, ബെന്നിച്ചൻ. പാർട്ടിയിൽ ഇപ്പൊ പോൾ സാറിന്റെ വലതുഭാഗത്ത സ്ഥാനം. നാളെ MLA, മന്ത്രി. ഞാൻ എന്തോ ആയി. കിഴക്കമലയിലെ തോട്ടത്തിൽ അട്ടയുടെ കടിയും കൊണ്ട് കണ്ണിന് നേരെ കണ്ട അപ്പച്ചന് കലിയ. ഉള്ളത് പറയണ്ട അമ്മച്ചി, എന്നെ എവിടെന്തെങ്കിലും ദത്തെടുത്താന്നോ? ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നോണ്ട് ചോദിക്കുക. സത്യം പറ, ഞാൻ നിങ്ങളുടെ മോൻ തന്നെ അല്ലേ? കർത്താവിന് നിരക്കാത്ത വർത്താനം കള്ളും വലിച്ചേറ്റ് വിളിച്ച് കൂവിയല്ലണ്ടല്ലോ സേവിച്ച നീ. പക്ഷാഭേദം കാണിച്ചെന്ന്. നിന്റെ കൊണവധികാരം കൊണ്ട് ഞാനും സാറും കൂടെ കുടിച്ച കണ്ണീരിന് കഴിഞ്ഞു കണക്കുണ്ടോടാ. 10 സ്കൂളിൽ കയറിയിട്ടാ നീ 10ാം തരം പാസ്സായത്. അവസാനം കോളേജിൽ ചെന്നതിന്റെ കൊല്ലം തന്നെ കുത്തുകേസ്. തല്ലും വഴക്കും അടിയും കുത്തുമായി നടന്ന് നിന്നെ എസ്റ്റേറ്റിൽ കൊണ്ടാക്കി. അവിടെ നീ എന്നെ പറപ്പാ കാണിച്ചേ. കഞ്ചാവ് കൃഷി നടത്തി. തമ്പുരാന്റെ കൃപ കൊണ്ടാ അന്ന് റവന്യൂ മന്ത്രി MC പോൾ രാജിവെക്കാണ്ട് രക്ഷപ്പെട്ടത്. എടാ, കയ്യിലിരിപ്പ് നന്നാവണം. അതിനെ കർത്താവ് പാതിയെ കൂടത്തുള്ളൂ. ബാക്കി പാതി അവനവൻ തന്നെ ഉണ്ടാക്കണം. കൊച്ചമ്മേ, സാറ് വന്നു. ഒരു പറ്റിയല്ലോ. എന്നാ? ഞാൻ ഇയാളോട് പറയാനുള്ളതല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു റീത്ത് ഡിക്കിക്കകത്ത് വെച്ചേക്കണമെന്ന്. ഒരു റീത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേരുടെ വീട്ടിൽ വെറും കൈയോടെ കയറി ചെല്ലണ്ടായിരുന്നു. റീത്തുമായി ചെല്ലുമ്പോ അറിഞ്ഞോണ്ട് ചെന്നതാണെന്ന് വ്യക്തമായില്ലേ? അത് ശരിയായിരുന്നു. ഒരു മരണ വീട്ടിൽ പെട്ടെന്ന് കയറി ചെല്ലുമ്പോ അത് റീത്തുമായിട്ടാകുമ്പോ ഇമ്പാക്ട് ഡബിളാ. ഓ ഇത് ഞാനെപ്പോ വന്നു? അതെ, ഭരണം കയ്യിലില്ലാത്ത സമയം. പാർട്ടിക്കകത്തെ ഇഷ്യൂസ് വേറെയും. ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാം. അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യവും എന്ന് വെച്ചാ
ഇവളോ ഞാനോ അങ്ങ് മേലോട്ട് എടുത്തൊന്നോ മറ്ററിഞ്ഞാല് നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. കടുത്തുരുത്തി MLA ഉമ്മച്ചന്റെ രാജി ആവശ്യപ്പെട്ടു. അവിടെ നടക്കാൻ പോണ ബൈ ഇലക്ഷനിൽ ബെന്നിച്ചനെ നിർത്താനാണ് എന്റെ പ്ലാൻ. അതൊന്ന് കഴിയുന്നവരെ നിന്റെ ഉപദ്രവം ഉണ്ടാവരുത്. ഇതിപ്പം ഏതാണ്ട് 10 ദിവസമായി റൂമിൽ നിന്നും പുറത്തോട്ടിറങ്ങിയിട്ട് കഴിക്കാൻ നേരം പിള്ളേര് പിടിച്ചു വലിച്ചോണ്ട് വന്നാ എന്തേലും ഒന്ന് തൊട്ട് വെച്ച് എഴുന്നേറ്റ് പോകും. ഇങ്ങനെയായാൽ ശരിയാകുകയല്ലോ. അതുകൊണ്ടാ ഞാൻ സാറിയോടൊന്ന് വരാൻ പറഞ്ഞത്. ഈ സൂയിസൈഡ് ചെയ്ത കുട്ടി അവളുടെ റൂംമേറ്റ് ആയിരുന്നല്ലോ. ആ അത് തന്നെ ഈ ഡിപ്രഷന്റെ റീസൺ. വലിയ കൂട്ടായിരുന്നു രണ്ടിനും കൂടെ ഒരുമിച്ചല്ലാതെ കാണാൻ ഒക്കുകയല്ലായിരുന്നു. ആ ഷോക്കിന്ന് ഇനിയും മാറിയിട്ടില്ല ആനി അത് ആ റൂമിലുണ്ട്. നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് കണ്ടേച്ചുവാ. ചുമ്മാ ഒരു കാഷ്വൽ വിസിറ്റിംഗ് അങ്ങനെ തോന്നിച്ചാ മതി. ഓക്കെ. ഇത് എന്നാ കോലവാടി? ഓ നല്ല സുഖമല്ലായിരുന്നു. ഇതെന്നെ രണ്ടാളും കൂടെ നിന്നെ ഒന്ന് കാണാൻ. ചുമ്മാ കാണാനല്ല, നീ ഇവിടെ കുറച്ചു ദിവസമായിട്ട് നിരാഹാരമൃതവും മുറിയടച്ച് കുത്തിരിപ്പൊക്കെയാണെന്ന് നിന്റെ വാർഡനമ്മച്ചി പറഞ്ഞു. അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാൻ വന്നതാ. എന്നതാ ഉദ്ദേശം? ക്ലോസ് ഫ്രണ്ട് ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ ടെറസിൽ നിന്ന് ചാടി മരിച്ച കഥയൊക്കെ അറിയാം. അവളെ കരയിപ്പിച്ചു. അങ്ങനെ കരഞ്ഞാലെങ്ങനാ? നീ ആ മൂടിന്ന് പുറത്തു വരണം. എന്നിട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങണം. ഞങ്ങളുടെയൊക്കെ പഴയ ആനിയായിട്ട് മാറണം. എന്നാ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓർഫനേജിൽ വെച്ചിട്ടുള്ള പരിചയമായിരുന്നു അർച്ചനയായിട്ട്. എന്നെ പോലെയല്ല, പാരന്റ്സിനെ ഓർമ്മ വെക്കും മുമ്പേ നഷ്ടപ്പെട്ടതായിരുന്നു അവൾക്ക്. അവൾക്ക് ഞാനും എനിക്ക് അവളൊന്ന് കരുതി പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുകയായിരുന്നു ഞങ്ങള്. അങ്ങനെ എളുപ്പമൊന്നും എനിക്കങ്ങ് മറക്കാനൊക്കെയല്ല. വലിയ ട്രാജഡിക്ക് ചെറുപ്പത്തിലെ സാക്ഷിയാകേണ്ടി വന്നവളാണ് നീ. ഇങ്ങനെ തളർന്നാലേ അതിൽ വിഷമിക്കുന്ന ഞങ്ങൾ ചിലരുണ്ട്. അറിയാം. അവൾ ഓക്കെ ആവും. ഡേവിഡ് ചെന്നാട്ടെ, ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ഇരിക്കുന്നതാ കൊള്ളാം. അതവളെ ചുമ്മാ പാമ്പർ ചെയ്ത് വഷളാക്കാനാവരുത്. ചെയ്യാൻ പോട്ടെ മോളെ. ആ അതെ, ഇനി ക്ലബിൽ ചെന്നിരുന്ന് ഇതിന്റെ പേരും പറഞ്ഞ് കള്ളു കുടിച്ച് നേരം വെളുപ്പിക്കണ്ട. നേരത്തെ കാലത്തെ വീട് പിടിച്ചോണം. ഞാൻ വിളിക്കും. ബെന്നി, നിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സ്കാൻഡൽ. കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ഒരു പെങ്കൊച്ച് സൂയിസൈഡ് ചെയ്തത്, അതിനോട് നിന്റെ പേര് കണക്റ്റഡ് ആയിട്ട്. മനസ്സിലായല്ലോ? അത് അച്ഛൻ പൂച്ചൻ പറഞ്ഞു തുടങ്ങിയപ്പോ മാതച്ചായനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞ ഒരു ന്യൂസ് കില്ലിംഗ് നടത്തിയത്. ഇലക്ഷൻ ആവുമ്പോ അതൊരു വെപ്പണായി മറുപക്ഷം എടുത്ത് ഉപയോഗിക്കാൻ ഇടകൊടുക്കരുത്. മറുപക്ഷം എന്ന് വെച്ചാ ഇപ്പൊ ഉമ്മച്ചനും കൂടാ. അതെ, ഞാനൊരു പ്രസ് മീറ്റ് വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മീഡിയയുടെ മുന്നിൽ ഒരു ഓപ്പൺ ചാലഞ്ച്. ഐ എം ഷുവർ ഒരു പ്രൂഫും ഒരുത്തനും കൊണ്ടുവരാൻ കഴിയില്ല. ഐ ആം കോൺഫിഡന്റ്. എന്നതാന്ന് വെച്ചാ വർഗീസുമായിട്ട് ആലോചിച്ച് ചെയ്യും. വൈകണ്ട. എന്താ വർഗീസേ? ഇരി, ഞാനിപ്പോ വരാം. എനിക്ക് ക്ലബിൽ ചെന്നിട്ട് അർജന്റ് കാര്യമുള്ള പോവാന്നേ. പെങ്ങളെ, ബൈജു എന്തിയേ? ആ കാലത്തെ പോയായിരുന്നു. കാലത്താ? അവന്റെ പരോള് തീർന്ന നാളല്ലയോ? ആ എനിക്കറിയാൻ മേല. പോയി. എവിടെ പോയടാ? നമ്മുടെ ചുണ്ടൻ ബൈജുല്ലേ, മണിപ്പുഴ തങ്കച്ചനെ കൊന്നേ. അവൻ പരോള് തീർന്ന് നാളെ ജയിലിലേക്ക് പോകുന്ന കേട്ടെ. എനിക്കൊരു മരുന്ന് അച്ചായന്റെ അപ്പച്ചനും കൊടുത്തേക്കണ്ടായിരുന്നു. നാളെ പരോള് തീരുന്നവൻ ഇന്നേ മുങ്ങിയത് എന്തിന്? അവന് ജയിലിലെ മീൽസ് അത്രയ്ക്ക് പിടിച്ചു കാണും. നീ വണ്ടി എടുക്കടാ പോട്ടെ. ആരുടെ തന്തയ്ക്ക് വായുവിളി വാങ്ങിച്ചിട്ട് വേടാ പരനാറി? ഗ്ലാസ് പൊക്കി വെച്ച് ചീത്ത വിളിച്ചിട്ട് ആര് കേൾക്കാനടാ? അവന്റെ വണ്ടിയാ.
MC പോളിന്റെ മകൻ ബെന്നിയുടെ ഇച്ചിരി മുറ്റുകൂടല ചെറുക്കിന്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും കോളേജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ കോളേജ് അധികൃതർ എന്നെ ക്ഷണിക്കാറുണ്ട്. ഇപ്പൊ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൺ പെൺ ഭേദമില്ലാതെ അവിടുത്തെ വിദ്യാർത്ഥികളുമായി എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന അർച്ചന ശങ്കർ എന്ന പെൺകുട്ടിയെയും ഞാൻ അവിടെ വെച്ച് കണ്ടു കാണും. അനവധി പെൺകുട്ടികളിൽ ഒരാൾ, അതിനും അപ്പുറത്തേക്കുള്ള പരിചയം? സുഹൃത്തെ, ഈ ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകന്റെ ജിജ്ഞാസയും, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം, അതല്ലെങ്കിൽ പറയുന്ന മറുപടിയിൽ നിന്ന് വേണ്ട മറുപടി ഉണ്ടാക്കിയെടുക്കാനുള്ള നിങ്ങളുടെ ഈ സ്കിൽ, ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ഇത്തരത്തിലുള്ള ചെളിവാരിയറിയലുകളൊക്കെ സഹിക്കാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ മരിച്ചുപോയ ഒരു പാവം പെൺകുട്ടിയെ കുഴിമാടത്തിൽ നിന്ന് പുറത്തെടുത്ത് അപമാനിക്കുന്നതിനെ അത് ഉപകരിക്കത്തുള്ളൂ. ആൻഡ് ഐ റിപ്പീറ്റ്, ഐ ഡോണ്ട് നോ ദാറ്റ് ഗേൾ പേഴ്സണലി. എപ്പോ? ഞാൻ ദേ വരുന്നു. Follow me. Sir.
ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് വളരെ വേഗം നീങ്ങുന്നു. അതിന്റെ നിജസ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. കോട്ടയത്ത് നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷിബു ചെറിയാൻ നമ്മോടൊപ്പമുണ്ട്. ഹലോ ഹലോ ശരത്, കേൾക്കുന്നില്ല? ഹലോ ഷിബു, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. മലങ്കര കോൺഗ്രസിന്റെ അധ്യക്ഷൻ MC പോളിന്റെ മകനും മലങ്കര യുവജന ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ബെന്നി പോളിന് അപകടം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ശരത്, ആദ്യം അടിസ്ഥാനരഹിതമെന്ന് തോന്നിക്കുകയും പിന്നീട് സത്യമാണെന്നറിയുകയും ചെയ്ത ഒരു വാർത്തയാണിത്. ഡോക്ടർ ബെന്നി പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദാരുണമായ ഈ വാർത്ത അറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി രാഷ്ട്രീയ പ്രമുഖർ ഇപ്പോൾ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരത്, ഇവിടെ എന്നോടൊപ്പം കോട്ടയം SP രാജഗോപാൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ശ്രീ രാജഗോപാൽ പറയുന്നതായിരിക്കും. കുമരകത്തുള്ള ഡോക്ടർ ബെന്നി പോളിന്റെ ഗസ്റ്റ് ഹൗസിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. ആ അതിഥി മന്ദിരത്തിലെ വാവച്ചൻ എന്ന വാച്ച്മാൻ ദാരുണമായ ഈ കാഴ്ച കണ്ടാവണം ബോധരഹിതനായ നിലയിലാണ്. അയാളെ ഈ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയൂ. ആരാ ഈ ചെറുക്കനെ താങ്ങിയത്? ഇവൻ വണ്ടിയും പറപ്പിച്ചിട്ട് പോകുന്നത് ഞാനും സൂവും രാവിലെ കണ്ടതാ. ചേട്ടാ, അതിന്റെ ഇടയില് കഷ്ടം. ഈ ചെറുക്കനിലായിരുന്നു പോൾ സാറിന്റെ പ്രതീക്ഷ മുഴുവൻ. അണ്ടർ ട്രെയിനിങ്ങിലായിരുന്നു പയ്യൻ. കുഞ്ഞച്ചോ, ഒന്ന് പോണല്ലോ പാലായിക്ക്. എന്നാ ഓരോന്ന് പറ. മരിപ്പിന് പോകുമ്പോ അങ്ങനെ ഉണ്ട്. അപ്പുറത്തോട്ടെങ്ങാനും പിടിച്ചോണ്ട് പോവർഗീസേ. തൃശ്ശൂരായിരുന്നു സാറേ, അതാ ലേറ്റായിരുന്നു. ഇരിക്ക. പാടോ. കഥ കടച്ചേക്ക. ദാ, അത് തുറന്നൊരു ഡ്രിങ്ക് എടുത്തതാ. വിസ്കി. ഞാൻ വന്നേക്കാം. താൻ കഥകിന്റെ പുറത്ത് കാണണം. ഉവ്വ.
നിനക്കെടുത്തില്ലേ? ഇല്ല, വേണ്ട. ഈ കിട്ടിയത് പാപത്തിന്റെ ശമ്പളമാണല്ലേ. അത്ര വലിയ പാപമൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എക്സിസ്റ്റൻസിന് വേണ്ടി ഏത് പൊളിറ്റീഷ്യനും കളിക്കുന്ന ചില ഗെയിംസ്, ചില ക്രൂക്കഡ് മൂവ്സ്, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ തെറ്റ് അല്ല, തന്തയില്ലായ്മ MC പോൾ കാണിച്ചിട്ടുള്ളത് നിന്റെ അപ്പച്ചനോടാ. അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കോടതി വിറ്റ്നസ് ആയിട്ട് പോയില്ല എന്നുള്ളതാ. ചെയ്തതിന്റെ തൂക്കത്തിലാവില്ലല്ലോ ശിക്ഷ. കർത്താവ് തമ്പുരാന്റെ കോടതിയിൽ ഇങ്ങനെ ആയിരിക്കും തീർപ്പ്. എന്റെ പെങ്ങള് കൊച്ചമ്മണിയോട് ഞാൻ ആവത് പറഞ്ഞതാ നിന്റെ സാറയുടെയും കെട്ട് നടത്താൻ. അവിടെ മരത്തലയിൽ അത് കയറി കിടന്ന് വെച്ചാ അതൊന്നും പറയേണ്ട സമയമല്ലല്ലോ ഇത്. ബെന്നി വലിയ പ്രതീക്ഷയായിരുന്നു. അതിന് തക്ക പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ഇത്രയും നാളത്തെ അധ്വാനം മുഴുവൻ ഏൽപ്പിക്കാൻ പോന്നവനായിരുന്നു. അതാ പുറത്ത് ആ കണ്ണാടിക്കൂട്ടിൽ തമ്പാൻ ജോസഫ്. ഞാൻ വെളിയിലോട്ട് വരാം. പ്രോത്സാഹനത്തുണ്ട്. ഇന്ന് തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ തമ്പാനെ. അതെന്നാ വർത്തമാന ഫിലിപ്പേ? വിവരം അറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഓടിയെത്താനുള്ള സമയം അതല്ലേ എടുക്കാൻ പാടുള്ളൂ. ഗ്രൂപ്പ് വേറെ, പാർട്ടി വേറെ, അതൊക്കെ അങ്ങനെ കിടക്കും. എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പോൾസാർ തന്നെ, അത് മാറുമോ? ഞാൻ എന്നെ എല്ലാമായെന്ന് വെച്ചാലും എന്റെ അപ്പൻ അറപ്പറ്റ ജോസഫൻ നാന്നേ, അത് മാറിയല്ലോ. ജോണി, ഇതവൻ പറ്റിച്ച പണിയാ ആ ഉമ്മച്ചൻ. എങ്ങനെ ചിന്തിച്ചാലും അതിനാണ് സാധ്യത. കഴിഞ്ഞ തവണ കടുത്തൂരത്തെ നിലനിർത്താൻ ഉമ്മച്ചൻ 50 ലക്ഷം ഇറക്കി എന്നാ കേട്ടത്. അയാൾക്ക് സഹിക്കോ? അതിനൊക്കെ ഗഡ്സ് ഉണ്ടോ ഈ ഉമ്മച്ചന്? MC പോളിന്റെ മകനെ മർഡർ ചെയ്യാനുള്ള? ഐ ഡോണ്ട് തിങ്ക് സോ. പിടി. എന്നിട്ട് കോട്ടയം SP തന്നെ പറ, കൊന്നവനാർ കൊല്ലിച്ചവനാർ. എല്ലാ സംശയങ്ങളും അഭ്യൂഹങ്ങളും നാളെ കൊണ്ട് തീരും. അപ്പൊ ആളെ കിട്ടി? കിട്ടിയോന്ന് ചോദിച്ചാൽ ബെന്നി പോളിന്റെ ജോലിക്കാരൻ കിളവിന് ബോധം വന്നു. അയാളുടെ മൊഴി എടുത്തു എന്ന് പറഞ്ഞാ ഇപ്പോ CI ജോണിയുടെ ഫോൺ വന്നത്. ഒരു പെൺകുട്ടിയാ. പെൺകൊച്ചോ? ആ, കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ്. തനിക്കറിയാടോ, തന്റെ സാറയുടെ അപ്പന്റെ എക്സ്ട്രാ സെറ്റപ്പിലുണ്ടായ ഒരു കൊച്ച് ആനി. അതിനെ പിടിച്ചോ? ഇല്ല, അവള് കൊല്ലാൻ ഉപയോഗിച്ച കത്തി അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ബെന്നി പോളിന്റെ രക്തത്തിന്റെ സ്റ്റെയിനുള്ള കത്തി. തെളിവായിട്ട് അത് കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ. ഒരു മിനിറ്റ്. എന്നാലും ആ കൊച്ചി എന്നാ പണിയാ കാണിച്ചെന്നേ. അവക്ക് ഈ ചെറുക്കനുമായിട്ട് തന്നെ? ഇല്ല സാർ, സാർ ഞാൻ തന്നെ പോകും സാർ. സാർ അറസ്റ്റ് നടന്നോണ്ടാ സാറായി വിളിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചു. നീങ്ങി. അതെ, കൊച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞു. ആ കൊടാലിയച്ചനില്ലേ, സഭയിൽ നിന്ന് പുറത്താക്കിയ റിബൽ ഫാദർ പുലിക്കോട്ടിൽ. ആ പുലി തന്നെ, പുലിയച്ചൻ. പട്ടയഭൂമി മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞ് അയാൾ ഗവൺമെന്റിനെതിരെ ചില്ലറ പൊല്ലാപ്പല്ല ഉണ്ടാക്കുന്നത്. അവിടെ കയറി ആ പെങ്കൊച്ചിനെ ഒന്ന് പൊക്കിയാൽ കൊലപാതക കേസിലെ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛനെ ഒന്ന് നാറ്റിക്കാം. അറസ്റ്റ് എന്നാ വൈകുന്നേ? അച്ഛൻ അവിടെ ലോക്കൽ സപ്പോർട്ട് ഭയങ്കര ആടാവി. സ്ഥലത്തിന്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് ചില പ്രിക്കോഷൻസ് എടുക്കണം. നാളെ ഉച്ചയോടുകൂടി അറസ്റ്റ് നടക്കും.
എന്റെ പൊന്നു മോനെ DK, ഡിപ്പാർട്ട്മെന്റ് രഹസ്യ വെളി പോലെ. അതെന്നാണ് അണ്ണൻ അങ്ങനെ പറയുന്നത്? അണ്ണൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ്. ഒരു 2 എണ്ണം എടുത്തേ. അബൂബക്കർ ഒരു വിവരം പറഞ്ഞു. ആനി വെളുപ്പിന് ഇവിടെ കുട്ടിക്കാനത്തിന്. ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയ രാജഗോപാലൻ സംശയിക്കും. ആരാ? ദാവീദാന്ന് പറഞ്ഞാ മതി, അച്ഛനറിയാം. റവന്യൂ മന്ത്രി വരട്ടടോ. അയാള് വന്നിട്ട് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന്. ഏത് നമ്മൾ പറയുന്നതിൽ നേരെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്കാം. ഏത് ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കും. രാഷ്ട്രീയക്കാരന്റെ ചുമ്മാ തട്ടിപ്പ് നിരാഹാരമല്ല, അവിടെ കിടന്ന് ചാവാൻ തയ്യാറായി തന്നെ കിടക്കും. ഏത് എന്നാ നിങ്ങൾ ചെല്ല്. ഉച്ച കഴിഞ്ഞ് പ്രെയർ ഹാളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. ഏത് എന്നാ വിട്ടോ. എന്നതാടാ ദാവീദേ, നീ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ? എവിടെയാ പൊട്ടിപ്പെണ്ണ്? വാ, അവക്ക് എന്നാത്തിന്റെ കഴപ്പായിരുന്നു? അവള് തന്നെ പറയും. വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കണ്ട. പാതി ജീവനുള്ളൂ ഇപ്പൊ തന്നെ. എന്നാ പണിയാ മോളിൽ കാണിച്ചേ? കരയല്ലേ, കരയല്ലേ. ഒരുത്തനെ കൊല്ലാൻ ധൈര്യം കാണിച്ചവളാന്നോ ഇക്കിടന്ന് കാർന്നേ? കൂട്ടുകാരോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും, ആ ട്രാജഡി ഉണ്ടാക്കിയ പെയിനും. പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ? നിന്റെ ജീവിതം, നിന്നെ സ്നേഹിക്കുന്ന ചിലരുടെ മുഖം, അതൊന്നും ഓർമ്മ വന്നില്ലേ നിനക്ക്? പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി അവൻ അർച്ചനെ അറിയുകയല്ലെന്ന് പറഞ്ഞു കേട്ടപ്പോ നടന്ന സത്യം മുഴുവൻ നിഷേധിച്ച് നുണ തന്നെ ഉറക്കം വിളിച്ച് പറയുന്നത് കേട്ടിരുന്നപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല. കൊല്ലം തന്നെ തീരുമാനിച്ച ഞാൻ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. അർച്ചനയുടെ കൂട്ടായിട്ട് ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഇച്ചായ അവനല്ല അവനെ കൊന്നത്. ആരാ? ഓ കുഞ്ഞ്, മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. മെഡിക്കലില് പഠിക്കുന്ന. ചെല്ല് ചെല്ല്, ബെന്നി സാർ മുകളിലിരിപ്പുണ്ട്. നിനക്കറിയില്ല അല്ലേടാ?